ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം വോയിസ് ഓവർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 2018 പുറത്തു വന്ന ഗോസ്റ്റ് വൈഫ് എന്ന തായ്ലൻഡ് റൊമാൻറ്റിക് ഹൊറർ ഫിലിമിനെ കുറിച്ചാണ്. നമ്മളാരും വിചാരിക്കാത്തൊരു സൂപ്പർ ട്വിസ്റ്റ് ഈ ഫിലിമിൻ്റെ അവസാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഏതോ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ഒരു ബുദ്ധ സന്യാസിയാണ്. അയാൾ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവളുടെ തലയിലേക്ക് ഒറ്റൊരു അടി കൊടുത്തു. അടി കൊണ്ടതും അവളുടെ ശരീരത്തിലെ പ്രേതം അലറി വിളിക്കുന്നിടത്താണ് മൂവിയുടെ പേര് എഴുതി കാണിക്കുന്നത്. ഈ മൂവിയിലെ ഹീറോയിനായ നാഡ് തന്റെ പഴയ താമസ സ്ഥലത്തു നിന്നും മാറി പുതിയിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്നാണ് നാഡിന്റെ പുതിയ സ്കൂളിലെ ആദ്യ ദിവസം. ഫസ്റ്റ് ദിവസം തന്നെ ലേറ്റായിട്ട് നിൽക്കുന്ന അവളുടെ അടുക്കലേക്ക് മാക്ക് എന്ന യുവാവ് നടന്നു വന്നു. മാക്കും അതേ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ്. മാക്ക് നാഡിനോട് ചോദിച്ചു, സ്കൂളിലെ പുതിയ അഡ്മിഷൻ ആണോ എന്ന്. അതെ, ഞാൻ ന്യൂ അഡ്മിഷനാണ്. ഇന്നാണ് ഈ സ്കൂളിലെ എൻ്റെ ഫസ്റ്റ് ഡേ. പക്ഷേ ബസ് കാണുന്നില്ല എന്നവൾ നാഡിനോട് പറഞ്ഞു. ബസ്സൊക്കെ എപ്പോഴേ പോയി, ഇപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ടാക്സി വിളിച്ച് പോകാമെന്ന് പറഞ്ഞു മാക്ക് ഒരു ടാക്സി വിളിച്ചിട്ട് അതിൽ നാഡിനെ കൂടെ കയറ്റി സ്കൂളിലേക്ക് പോയി. സമ്പന്ന കുടുംബാംഗമായ മാക്കിന് ടാക്സിയിൽ പോകുന്ന അത്ര വലിയ കാര്യമേ അല്ലായിരുന്നു. സ്കൂളിലെത്തിയ നാഡ് മാക്കിനോട് താങ്ക്സ് പറഞ്ഞ ശേഷം തൻ്റെ ടാക്സി ഷെയർ അവൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ നിർബന്ധിച്ച് അവൻ്റെ കയ്യിൽ പിടിപ്പിച്ച ശേഷം തൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ മാക്കും നാഡും തമ്മിൽ പ്രണയത്തിലായി. ഫുഡ് കഴിക്കുന്നതും പഠിക്കുന്നതുമെല്ലാം അവർ ഒരുമിച്ചായിരുന്നു. ഒരിക്കൽ നാഡ് തൻ്റെ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനിടയിൽ മാക്കിൻ്റെ കോൾ വന്നു. ഞാൻ നിൻ്റെ ഫ്ലാറ്റിന് പുറത്തുണ്ട്, നീ പുറത്തേക്ക് വാ, ഇവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാമെന്നവൻ പറഞ്ഞു. അതേ തുടർന്ന് നാഡും മാക്കും പുറത്തിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരെയും നോക്കി അടുത്തുള്ള താമസക്കാർ ഓരോന്ന് പറയുന്നത് ശ്രദ്ധിച്ച നാഡ് മാക്കിനെയും കൂട്ടി തൻ്റെ ഫ്ലാറ്റിനുള്ളിലേക്ക് പഠിക്കാനായി പോയി. അതൊരു ശീലമാക്കാൻ തന്നെ മാക്ക് തീരുമാനിച്ചു. അവൻ പകലായാലും രാത്രിയായാലും പഠിക്കുന്ന പേരിൽ നാഡിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷെ നാഡ് എല്ലാത്തിനും ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ എപ്പോഴും ഒരു ഗ്യാപ്പ് റൂമിനുള്ളിൽ മാക്കിനോട് കാണിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നാഡിനെ കാണാൻ റൂമിൽ വന്ന മാക്ക് അബദ്ധത്തിൽ അവളുടെ മൂഡിലേക്ക് വീണു. അതും കട്ടിലിൽ. അറിയാതെ വീണതാണോ അറിഞ്ഞിട്ട് വീണതാണോ എന്നറിയില്ല. എന്തായാലും ആ വീഴ്ചയോടെ നാഡും മാക്കും ഒന്നായി. ദിവസങ്ങൾ കഴിഞ്ഞു. ക്ലാസ് ടൈമിൽ നാഡിന് ഏതോ വിസിറ്റർ ഉണ്ടെന്ന് അറിഞ്ഞവൾ ക്ലാസ്സിന് പുറത്തേക്ക് പോയി. അവിടെ അവളെ കാണാൻ മാക്കിനോടൊപ്പം അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. നാഡിനെ കണ്ടത് മാക്കിൻ്റെ അമ്മ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, നീ എൻ്റെ മകനോടൊപ്പം സ്കൂളിനകത്തും പുറത്തുമായിട്ട് ചുറ്റുന്നതായി ഞാൻ അറിഞ്ഞു. കാശുള്ള ആൺപിള്ളേരെ കണ്ടാൽ നിന്നെപ്പോലുള്ള പെൺപിള്ളേർക്ക് അവരെ വശത്താക്കി കാശ് തട്ടാൻ നോക്കുന്നത് ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ വായിൽ തോന്നുന്ന എല്ലാം നാഡിനോട് മാക്കിൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ലെന്ന് നാഡ് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടും അവരത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. മാക്ക് ആകട്ടെ തൻ്റെ അമ്മ നാഡിനെ വഴക്ക് പറയുന്നതിൽ തടയാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. ഒടുവിൽ അവൻ അമ്മയുടെ മുന്നിൽ നിന്ന് നാഡിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. മാക്ക് തൻ്റെ വാക്ക് ധിക്കരിച്ച് വീണ്ടും നാഡുമായിട്ട് അടുപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയ മാക്കിൻ്റെ അമ്മ അവനെ ആ സ്കൂളിൽ നിന്നും വിദേശത്തുള്ള മറ്റൊരിടത്തേക്ക് മാറ്റി. തൻ്റെ ലവറിൻ്റെ ഒരു കോളോ മെസ്സേജോ ഇല്ലാതെ തകർന്നിരുന്ന നാടിനെ കാത്ത് മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. അക്കാര്യം അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ അറിയിച്ചു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, മാക്ക് നിന്നെ വിട്ട് എങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അവൻ നിന്നെ മടുത്തെന്ന് തോന്നുന്നു. ഈ ചെറുപ്രായത്തിൽ നീ എങ്ങനെ ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തും? നമുക്ക് ഈ കുഞ്ഞ് വേണ്ട, അബോർട്ട് ചെയ്യാമെന്ന് നാഡിൻ്റെ അമ്മ അവളോട് പറഞ്ഞു. തൻ്റെ മക്കൾക്ക് പറ്റിയ മണ്ടത്തരത്തിൽ നിന്നും അവളെ രക്ഷിക്കാൻ അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നാഡ് അതിനെ സമ്മതിച്ചു. നാഡിനെയും കൂട്ടി അവളുടെ അമ്മ ഇല്ലീഗലായിട്ട് അബോർഷൻ നടത്തുന്ന ഒരു ക്ലിനിക്കിലേക്ക് വന്നു. അവിടെയുള്ള ഡോക്ടർ അവളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് പുറത്തെടുക്കുന്നതിനിടയിൽ നാഡിന് അമിതമായി ബ്ലീഡിംഗ് ഉണ്ടായി. പെട്ടെന്ന് ടേബിളിൽ കിടന്ന നാഡ് ആ ലേബർ റൂമിൻ്റെ മൂലക്കിലേക്ക് വന്ന് നിന്നതും അവിടെയുണ്ടായിരുന്ന ഡോക്ടറും നഴ്സുമൊക്കെ അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പേടിച്ചോടിപ്പോയി. ബഹളം കേട്ട് ഓടി വന്ന നാഡിൻ്റെ അമ്മ കാണുന്നത് ടേബിളിൽ ബ്ലീഡിങ്ങായി മരിച്ചു കിടക്കുന്ന തൻ്റെ മകളെയാണ്. ഇതേസമയം ആ മുറിയുടെ മൂലയ്ക്ക് നാഡിൻ്റെ പ്രേതം അവളുടെ അമ്മ തൻ്റെ ഡെഡ് ബോഡിയിൽ കെട്ടിപ്പിടിച്ച് കരയുന്നത് നിസ്സഹായതയോടെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. നാഡിൻ്റെ കയ്യിൽ വളർച്ച എത്താതെ മരിച്ചുപോയ അവളുടെ ചോര കുഞ്ഞുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹീറോയിൻ്റെ അമ്മ അവളുടെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നതായിട്ടാണ്. പെട്ടെന്ന് ആ റൂമിലുള്ള ഓരോ വസ്തുവും താനെ ചലിക്കാൻ തുടങ്ങി. പേടിയോടെ അവളുടെ അമ്മ പറഞ്ഞു, നിന്റെ നല്ലതിന് വേണ്ടിയാണ് മോളെ ഞാൻ ഇതെല്ലാം ചെയ്തത്, നീ എന്നോട് ക്ഷമിച്ചേക്കുമെന്ന്. അകാലത്തിൽ മരിച്ചുപോയ നാടിൻ്റെ ആത്മാവിന് ആ ക്ഷമാപണം ഒന്നുമല്ലായിരുന്നു. അവളുടെ അലർച്ച ആ റൂമിനുള്ളിൽ മുഴങ്ങിയതും അവളുടെ അമ്മ അവിടുന്ന് പേടിച്ചിറങ്ങി പുറത്തേക്ക് ഓടി. ഹീറോയിൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരിൽ ചിലർ അവരുടെ സംസാരത്തിനിടയിൽ ഹീറോയിൻ്റെ മരണത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അപ്പാർട്ട്മെൻറ്റിലെ കെയർടേക്കർ ലേഡി കൂടെയുള്ളവരുടെ പറഞ്ഞു, 4th ഫ്ലോറിൽ താമസിച്ചിരുന്ന നാടിനെ അറിയത്തില്ലേ, അവൾ മരിച്ചു പോയതായി അവളുടെ അമ്മ പറഞ്ഞു. എങ്ങനെയാണ് അവൾ മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ സ്ത്രീ ഈ ഫ്ലാറ്റ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള യുവാവ് അവരുടെ പറഞ്ഞു, ഞാൻ ആ ഫ്ലാറ്റിന് മുന്നിൽ കൂടി പോയപ്പോൾ എന്തൊക്കെയോ അപശബ്ദങ്ങൾ അതിനകത്തുനിന്നും കേട്ടായിരുന്നു. അവളുടെ മരണവും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. നീ ഇങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കും. നീ കഴിഞ്ഞ മാസത്തെ റെന്റ് തന്നിട്ടില്ലല്ലോ, അതാദ്യം തരാൻ നോക്ക്, എന്നിട്ടാകാം ഇങ്ങനെയുള്ള നുണകൾ പടച്ചുവിടുന്നതെന്ന്
കെയർടേക്കർ ലേഡി അവനോടായി പറഞ്ഞു. അതിനുശേഷം അവൾ തൻ്റെ ക്യാബിനിലോട്ട് പോയി. അവിടെ ഇരുന്ന് മയങ്ങിപ്പോയവൾ ടി വിയുടെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. ഈ സമയത്ത് ആരാണ് ഇത് ഓൺ ചെയ്ത് എന്ന് പിറുവീർത്തുകൊണ്ട് ആ ടി വി ഓഫ് ചെയ്തപ്പോൾ ടി വി സ്ക്രീനിൽ കൂടി അവൾ ആ കാഴ്ച കണ്ടു. തൻ്റെ പിന്നിലായി മരിച്ചുപോയ നാൻഡ്ര പ്രേതമായി നിൽക്കുന്നു. പേടിയോടെ അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. പെട്ടെന്ന് ടി വി വീണ്ടും താനെ ഓണായി. വീണ്ടും അവളത് ഓഫ് ചെയ്തപ്പോൾ കണ്ടത് തൻ്റെ തൊട്ടടുത്തായി നാടിൻ്റെ പ്രേതം നിൽക്കുന്നതാണ്. പേടിച്ചലറി വിളിച്ചവൾ ഞെട്ടി ഉണർന്നു. അതെല്ലാം അവളുടെ വെറും സ്വപ്നമായിരുന്നു. അപ്പോൾ തന്നെ ഹീറോയിൻ്റെ അമ്മയുടെ കോൺടാക്റ്റ് തപ്പിയെടുത്ത് അവരെ ഫോൺ ചെയ്തു. നിങ്ങൾ ഇതേവരെ നിങ്ങളുടെ മകളുടെ ചടങ്ങുകളൊന്നും ചെയ്തില്ലേ? അവൾ ഇവിടെ പ്രേതമായിട്ട് വന്ന് അപ്പാർട്ട്മെൻ്റ് ഉള്ളവരുടെ മനസ്സമാധാനം കളയുകയാണ്. എത്രയും പെട്ടെന്ന് ആ ചടങ്ങുകളൊന്ന് ചെയ്യൂ. ഞങ്ങൾക്കിവിടെ മനസ്സമാധാനത്തോടൊന്ന് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. നാട് മരിച്ച വിവരം അറിയാതെ മാക് അവളെ കാൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ്റെ മെസ്സേജുകൾ പോലും നാടിന് കിട്ടുന്നില്ല. എന്താണെന്ന് അറിയാതെ അവനാകെ വിഷമത്തിലായി. ഇതേ സമയം നാടിൻ്റെ അമ്മ ഒരു ക്ഷാമൻ ലേഡിയും കൂട്ടി തൻ്റെ മകളുടെ ചടങ്ങുകൾ ചെയ്യാനായി ആ ക്ലിനിക്കിലോട്ട് വന്നു. അവൾ ക്ഷാമൻ ലേഡിയോടെ പറഞ്ഞു, മരിച്ചുപോയ എൻ്റെ മകളോട് എനിക്ക് മാപ്പ് പറയണം. എല്ലാത്തിനും ഞാൻ വഴി ഉണ്ടാക്കാം. നീ തൽക്കാലം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് നാടിൻ്റെ അമ്മയെ പുറത്തു നിർത്തിയിട്ട് ക്ഷാമൻ ലേഡി ക്ലിനിക്കിനുള്ളിലോട്ട് പോയി. ക്ലിനിക്കിനുള്ളിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നാഡ് മരിച്ചത് എങ്ങനെയാണോ ആ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. അവളെ അവിടെ നിന്നെടുത്ത് ആരും ഒന്ന് അടക്കം പോലും ചെയ്തിട്ടില്ലായിരുന്നു. തിയേറ്ററിനകത്ത് കയറിയ ക്ഷാമൻ ലേഡി നാടിൻ്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ വന്ന് മന്ത്രങ്ങൾ ജപിച്ച ശേഷം ആ ഡെഡ് ബോഡിയോടെ പറഞ്ഞു, നിന്നെ ഓർത്ത് നിൻ്റെ അമ്മയ്ക്ക് ഒട്ടും സമാധാനമില്ല. നിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായി നിങ്ങളുടെ വീട്ടിലൂടെ തിരികെ പോകാനാണ് അവൾ പറയുന്നത്. പെട്ടെന്ന് അവിടമാകെ കുലുങ്ങാൻ തുടങ്ങിയതും ക്ഷാമൻ ലേഡി വീണ്ടും മന്ത്രങ്ങൾ ചൊല്ലി ആ ഡെഡ് ബോഡിയുടെ അടുക്കിലേക്ക് ചെന്നതും പെട്ടെന്ന് ആ ശവം എഴുന്നേറ്റങ്ങ് ഇരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കൈ കാണിച്ചു. ഇത് കണ്ടതും ആ ലേഡിയുടെ ഉള്ള ജീവനും പോയി. അവൾ പേടിച്ച് വിറച്ച് മൂലയ്ക്കായി പോയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ടേബിൾ താനേ വന്ന് അവളുടെ തലയ്ക്ക് ഒരൊറ്റ ഇടി. ഇനി പരിപാടിക്ക് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഡി ഉള്ള ജീവനും പിടിച്ച് പുറത്തേക്ക് ഓടുകയാണ് ചെയ്തത്. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന ക്ഷാമൻ ലേഡിയോട് നാടിൻ്റെ അമ്മ എന്താണ് അവിടെ നടന്നതെന്ന് ചോദിച്ചു. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിന്റെ മകൾ ഇപ്പോൾ ഒരു ദുഷ്ടശക്തിയായി മാറിക്കഴിഞ്ഞു. നീ ഇനി അവളോട് സംസാരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഹീറോയിൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ലേഡി ഷോപ്പിംഗ് കഴിഞ്ഞ് രാത്രിയിൽ തൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കുട്ടികളെ ഇരുത്തി തള്ളിക്കൊണ്ടു പോകുന്ന ട്രോളി ഇടനാഴിൽ ഇരിക്കുന്നതായി അവർ കണ്ടു. തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ താഴെ വെച്ച് ആ ട്രോളിക്കുള്ളിലേക്ക് പതുക്കെ അവർ എത്തി നോക്കിയതും അവരുടെ കഴുത്തിൽ ആരും തൊട്ടതായി തോന്നി. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പേടിയോടെ അവൾ മുന്നിലോട്ട് നോക്കിയതും അവിടെ അവർ കണ്ടത് ആ ട്രോളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രേതത്തെയാണ്. ഇതുകൂടി കണ്ടതും തൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കളഞ്ഞ ശേഷം നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ താഴേക്ക് ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്തത്. ഇതേ സമയം മാക് തൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നും ഹീറോയിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരികയാണെന്നവൻ അവൾക്കൊരു മെസ്സേജും അയച്ചു. ഹീറോയിൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള 2 പേർ ബീരടിക്കുന്നതിനിടയിൽ അതിലൊരുവൻ കൂടെയുള്ള തടിയനോടായി പറഞ്ഞു, നല്ല വിശപ്പുണ്ടളിയ, എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് വാങ്ങുന്നു. ഫുഡ് വാങ്ങാനായി വണ്ടിയുടെ കീമെടുത്ത് അതിലൊരുത്തൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ്റെ കൂടെയുള്ളവൻ ക്ലോക്കിലെ ടൈം നോക്കിയിട്ട് പെട്ടെന്ന് അവൻ തടഞ്ഞുകൊണ്ട് പേടിയോടെ പറഞ്ഞു, നീ ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട, അത് ആപത്താണ്. പക്ഷെ വെള്ളം അടിച്ച് കിറിഞ്ഞിരിക്കുന്ന തടിയനാകട്ടെ അതൊന്നും സാരമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഗ്രൗണ്ട് ഫ്ലോറിൽ പോകാനായി ലിഫ്റ്റിലോട്ട് കയറിയവൻ പക്ഷേ 4th ഫ്ലോറിൽ വന്ന് ലിഫ്റ്റ് നിൽക്കുന്ന കണ്ട് ഒന്ന് ഞെട്ടി. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകാനാണല്ലോ ബട്ടൺ അമർത്തിയത്, പിന്നെ എങ്ങനെയാണ് 4th വന്നെത്തിയത്? അവനത് ആലോചിച്ചുകൊണ്ട് നിൽക്കെ തൻ്റെ പിന്നിലൊരു കുഞ്ഞിനെ പിടിച്ച് ലേഡി നിൽക്കുന്നവൻ കണ്ടു. വെള്ളമടിച്ച് കിറിഞ്ഞു നിന്നവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പ്രേതമാണെന്ന് പോലും മനസ്സിലാക്കാതെ അതിനോട് സംസാരിക്കാനും തുടങ്ങി. അതെ, ഞാനിവിടെ വന്നപ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റി? പിന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനെ തുണിയൊന്നും ഇടാൻ പാടില്ല കേട്ടോ, ശ്വാസം വിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടവൻ കുഞ്ഞിൻ്റെ മുഖത്തെ തുണി മാറ്റിയതും ആ കുട്ടിപ്രേതം അവൻ്റെ വിരൽ കടിച്ചങ്ങെടുത്തു. വിരൽ മുറിഞ്ഞതും കെട്ടിറങ്ങി അവൻ നിലവിളിച്ചുകൊണ്ട് ലിഫ്റ്റിന് പുറത്തേക്കിറങ്ങി ഓടടാ ഓട്ടമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അപ്പാർട്ട്മെൻറ്റിലുള്ള താമസക്കാരെല്ലാം കെയർടേക്കറുടെ മുന്നിൽ പരാതിയുമായിട്ട് വന്നു. ഇങ്ങനെ പ്രേതത്തെ പേടിച്ച് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും താമസിയാതെ ഇവിടെ നിന്ന് മാറിപ്പോകും. പിന്നെ നിങ്ങളുടെ പ്രേതമായി എന്ന് പറഞ്ഞിട്ടവൻ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. സംഗതി കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ കെയർടേക്കർ ഉടനെ തന്നെ ഹീറോയിൻ്റെ അമ്മയെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ സമാധാനത്തോടെ ജീവിക്കുകയല്ലേ? ഇവിടെ നിങ്ങളുടെ മകളുടെ പ്രേതം ഇവിടെയുള്ള ഓരോരുത്തരെയും പേടിപ്പിച്ച് കൊല്ലുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ആ ബാധയൊന്ന് ഒഴിപ്പിച്ചു തരണം. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും മറുതലക്കിൽ നിന്നും മറുപടിയൊന്നും കിട്ടാത്തത് കൊണ്ട് വീണ്ടും അവൾ ദേഷ്യത്തോടെ സംസാരിച്ചതും ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും അടഞ്ഞ ശബ്ദത്തിൽ ആരും അവളോട് പറഞ്ഞു, എനിക്ക് കുറുകെ ആര് വന്നാലും പിന്നെ അവർക്ക് സമാധാനം കിട്ടില്ല. അത് ഹീറോയിൻ്റെ പ്രേതമായിരുന്നു. പേടികൊണ്ട് വിറച്ച അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു പോയിരുന്നു. എത്രയും പെട്ടെന്ന് നല്ലൊരു മന്ത്രവാദിയെ ഇവിടെ വരുത്തണം, അല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് കൂടെയുണ്ടായിരുന്ന യുവതിയോട് അവൾ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ കെയർടേക്കർ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവന്നു.
4ാമത്തെ നിലയിലാണ് പ്രേതത്തിന്റെ ശല്യം കൂടുതൽ. അവിടെയാണ് നാട്ട് താമസിക്കുന്ന ഫ്ലാറ്റ് ഉള്ളതെന്ന് കെയർടേക്കർ മന്ത്രവാദിയോട് പറഞ്ഞു. അതനുസരിച്ച് മന്ത്രവാദി അസിസ്റ്റന്റും കൂടി 4ാമത്തെ നിലയിലെ നാന്റെ റൂം ലക്ഷ്യമാക്കി പോയി. 4th ഫ്ലോറിൽ എത്തിയവർ ഹീറോയിന്റെ റൂമിന് മുന്നിലായി കുട്ടികൾക്കുള്ള ഒരു ട്രോളി ഇരിക്കുന്ന കണ്ടു. ആ ട്രോളിക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ മന്ത്രവാദി തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു. പതിയെ നടന്നാൽ ട്രോളിക്ക് അടുത്തേക്ക് എത്തിയിട്ട് അതിനുള്ളിലേക്ക് നോക്കി. ഗുരുവേ, ഇതിനകത്ത് നല്ല ചന്തമുള്ളൊരു കുഞ്ഞ് കിടക്കുകയാണല്ലോ. ആരാണോ എന്തോ ഈ കുഞ്ഞിനെ ഇങ്ങനെ കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ടവൻ ആ കുഞ്ഞിനെ തന്റെ കയ്യിലെടുത്ത് കൊഞ്ചാൻ തുടങ്ങി. ഇത് കേട്ട മന്ത്രവാദി അവനോടെ പറഞ്ഞു, നീ ഒന്നുകൂടി ആ കുഞ്ഞിനെ ഒന്ന് നോക്കൂ. അസിസ്റ്റന്റ് ഒന്നുകൂടി ആ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയതേ ഉള്ളൂ. ആ കുട്ടി പ്രേതത്തിന്റെ ഒറിജിനൽ രൂപം കണ്ടവൻ പേടിച്ച് താഴെ കിട്ടുകളഞ്ഞു. ആ കുഞ്ഞിന്റെ പ്രേതം ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ട് ഫ്ലോറിൽ കൂടി വേഗത്തിൽ ഇഴഞ്ഞ് എങ്ങോട്ടൊക്കെ പോയി. ഇനി ഒട്ടും സമയം പാഴേക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് ഈ റൂമിനുള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദി തന്റെ അസിസ്റ്റന്റിനെയും കൂട്ടി ഹീറോയിന്റെ ഫ്ലാറ്റിനുള്ളിലേക്ക് പോയി. ഇരുവരും അതിനുള്ളിലേക്ക് കയറിയതും ഡോർ താനെ അടഞ്ഞു. ഇത് കണ്ടതും അസിസ്റ്റന്റ് പേടിച്ച് വിറച്ചുകൊണ്ട് ഡോർ തുറക്കാനായി ശ്രമിക്കുന്നുണ്ട്. മന്ത്രവാദിക്ക് നാടിന്റെ പ്രേതത്തെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമേ വന്നില്ല. അവന്റെ തൊട്ടു മുന്നിൽ അവനെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ പ്രേതം നിൽപ്പുണ്ട്. ഇതൊക്കെ എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന മട്ടിൽ മന്ത്രവാദി തന്റെ വടിയെടുത്ത് അവളുടെ തോളിന് മുകളിൽ വെച്ച് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. പക്ഷേ ആശകൾ നിറവേറാതെ പ്രസവത്തോടെ മരിച്ച നാടിന്റെ പ്രേതാത്മാവിന് മുന്നിൽ മന്ത്രവാദിക്ക് പിടിച്ചു നിൽക്കാനേ സാധിച്ചില്ല. ഇതേസമയം പേടിച്ച് വിറച്ചിരുന്ന അസിസ്റ്റന്റിന്റെ മുന്നിലേക്ക് കുട്ടിപ്രേതം ഓടി വന്നു. അവൻ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അതിനെ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നുപോലും അതിന്റെ മുകളിൽ കൊള്ളുന്നത് പോലുമില്ല. മന്ത്രവാദി തന്റെ ശക്തി മുഴുവൻ എടുത്ത് അവൾക്ക് നേരെ പ്രയോഗിച്ചെങ്കിലും നാഡ് അയാളെ നിഷ്പ്രയാസം തൂക്കിയെടുത്ത് ഒറ്റ ഏറങ്ങ് വെച്ചു കൊടുത്തു. വാതിൽ തുറന്നു കിട്ടിയതും മന്ത്രവാദി അസിസ്റ്റന്റും കൂടി വന്നതിന്റെ ഇരട്ടി സ്പീഡിൽ അവിടെ നിന്ന് തിരികെ ഓടിക്കളയാണ് ചെയ്തത്. അന്ന് രാത്രിയിൽ ഹീറോയിനെ കാണാനായി മാർക്ക് അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി. 4th ഫ്ലോറിൽ എത്തി അവൻ അവിടെ മക ഇരുട്ട് മൂടിക്കിടക്കുന്ന കണ്ടിട്ട് എന്താണെന്ന് ആലോചിക്കുകയും ചെയ്തു. ഫ്ലാറ്റിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് നാഡ് തന്റെ കുഞ്ഞുമായിട്ടിരിക്കുന്നതാണ്. മാക്കിന്റെ കണ്ണിൽ മാത്രം അവൾ ഒരു സാധാരണ സ്ത്രീയായിട്ടാണ് കാണപ്പെടുന്നത്. മാക്കിനെ കണ്ടതും നാട്ട് തന്റെ കുഞ്ഞുമായിട്ട് ഓടി അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത്രയും നാൾ എവിടെയായിരുന്നു നീ? നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നറിയാമോ? നമ്മുടെ കുഞ്ഞിനെ കണ്ടോ നീ? നിന്നെപ്പോലെ സുന്ദരനാണ് അവനും. തനിക്കൊരു കുഞ്ഞുണ്ടായി അറിഞ്ഞു സന്തോഷത്തിലായ മാക്ക് ആദ്യമേ തന്നെ അവളോട് മാപ്പ് പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം നാട്ട്, നിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു ഞാൻ. ഇനി നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടേക്കുമില്ല. മരണം വരെ നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് മാക്ക് അവളെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെയായി മാക്ക് അവളോട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് പോകാം. പക്ഷെ നാഡ് അതിന് താല്പര്യം കാണിച്ചതേയില്ല. പ്രേതമായി അവൾ അവനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങിയാൽ സത്യാവസ്ഥയെല്ലാം അവൻ അറിയുമെന്നുള്ള പേടി അവൾക്കുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോകാമെന്ന് നാഡ് അവനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ പുറത്തുപോയി നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ച് വരാമെന്ന് പറഞ്ഞ് മാക്ക് അവിടെ നിന്ന് പോയി. അപ്പാർട്ട്മെന്റിന് താഴെയുള്ള ക്യാൻറ്റീനിൽ ഫുഡ് വാങ്ങാൻ വന്ന ഹീറോയെ അവിടെയുള്ളവരെല്ലാം തുറിച്ചു നോക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഒരുമാതിരി നോക്കുന്നു കണ്ട മാക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. ഫുഡും വാങ്ങി തിരികെ പോകുന്നതിനിടയിൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു യുവതിയാകട്ടെ മാക്കിനോടെ പറഞ്ഞു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ് പറയാനുള്ളത്? എന്തായാലും പെട്ടെന്ന് പറയൂ. റൂമിൽ എൻ്റെ വൈഫും കുഞ്ഞും എന്നെ കാത്തിരിക്കുകയാണ്. മാക്കിൻ്റെ മറുപടി കേട്ടതും അവൾ അവനോട് പറയാൻ വന്നത് അപ്പാടെ അങ്ങ് വിഴുങ്ങി. എന്നിട്ട് അവൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വട്ടാണോന്ന് മാക്ക് കരുതുകയും ചെയ്തു. തിരികെ റൂമിലെത്തിയ ഹീറോ നാടിനോട് പറഞ്ഞു, കുറച്ചധികം ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നീ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഞാൻ കുഞ്ഞിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ താഴോട്ട് പോയി. താഴെയുള്ള സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്ന മാക്കിനെ അവിടെയുള്ളവർ തുറിച്ചു നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച മാക്ക് നേരെ അവരോടാ ചെന്ന് ചോദിച്ചു, ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്നത് തൊട്ട് ശ്രദ്ധിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും എന്നെ നോക്കി എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം? സ്റ്റോറിലുള്ള തടിയൻ അവനോടാ പറഞ്ഞു, ഏയ് ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം. പക്ഷേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുവതി മാക്കിനോട് പറഞ്ഞു, നിനക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം. അവൾ പറയാൻ തുടങ്ങിയതും തടിയൻ അവളെ വാ പൊത്തിയിട്ട് മാക്കിനോടായി പറഞ്ഞു, ഒന്നുമില്ല സാർ, താങ്കൾ എടുത്ത സാധനങ്ങളുടെ ക്യാഷ് തന്നിട്ട് പൊയ്ക്കോളൂ എന്ന്. ആളെ വട്ടാക്കാനായിട്ട് കുറേ എണ്ണം എവിടെ കാണുമെന്ന് പറഞ്ഞ ഹീറോ ക്യാഷും കൊടുത്ത് തൻ്റെ സാധനങ്ങളുമായി തിരികെ റൂമിലോട്ട് പോയി. നീ എന്തായി കാണിച്ചത്? എന്തിനാണ് എൻ്റെ വാ പൊത്തിപ്പിടിച്ചത്? ദേഷ്യത്തോടെ അവൾ തടിയനോടെ ചോദിച്ചു. നിനക്കൊന്നും മിണ്ടാതിരിക്കാമോ? അവനിവിടെ വന്ന ശേഷമാണ് ആ പ്രേതത്തിന്റെ ശല്യം ഒന്ന് കുറഞ്ഞത് തന്നെ. ബാക്കിയുള്ളവർ കുറച്ച് മനസ്സമാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്ന് തടിയൻ അവളോട് പറഞ്ഞു. നിനക്ക് ഇതേപോലെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? നീ വെറും സെൽഫിഷ് ആണല്ലോടാന്ന് ദേഷ്യത്തോടെ അവൾ തടിയനെ നോക്കി പറഞ്ഞു. റൂമിലേക്ക് തിരിച്ചെത്തിയ മാക്ക് നാടിനോട് പറഞ്ഞു, ഉടനെ തന്നെ നമ്മുടെ വിവാഹം നടത്തണം. അതും എല്ലാവരെയും വിളിച്ച് വളരെ ഗ്രാൻഡായിട്ട് വേണം. എന്തിനാണ് നമ്മളിവിടെ ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ നമ്മുടെ കല്യാണക്കാര്യം എൻ്റെ അമ്മയോട് പറയാൻ തീരുമാനിച്ചു. അതിപ്പോൾ പറയണ്ട, എനിക്ക് കുറച്ചുകൂടി ടൈം തരൂ. മുൻപ് നിന്റെ അമ്മ ഇക്കാര്യം അറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമല്ലോ. വീണ്ടും നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല എന്ന് നാഡ് അവനോട് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം മാക്ക് തൻ്റെ അമ്മയെ കാണാനായി അവൻ്റെ വീട്ടിലോട്ട് പോയി. അമ്മയെ കണ്ടതും അവന് നാടിൻ്റെ കാര്യം പറയാതിരിക്കാൻ സാധിച്ചില്ല.
ഞാൻ നാടിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. മകൻ പറയുന്ന കേട്ട് കണ്ണ് തള്ളിയവർ അവനോട് ചോദിച്ചു, നീ എന്താണ് ഈ പറയുന്നത്? അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും അവൾ മരിച്ചിട്ട് തന്നെ ആഴ്ചകളായി. നാടിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം എന്ന് കരുതി അവൾ മരിച്ചുപോയെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒരു കാര്യം കൂടി പറയാം, ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞു കൂടിയുണ്ട്. ഇതുകൂടി കേട്ടതും മാക്കിൻ്റെ അമ്മയ്ക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. മരിച്ചുപോയി അവൾ നിനക്ക് കുഞ്ഞുണ്ടെന്നും ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കും? അവർ മാക്കിനോട് പറഞ്ഞു. നേരിട്ട് വന്ന് കാണുമ്പോൾ അമ്മയ്ക്ക് എല്ലാം വിശ്വാസമാകും എന്ന് പറഞ്ഞ് മാക്ക് അവിടുന്ന് പിണങ്ങി ഇറങ്ങി. നേരെ അവൻ പോയത് ഹീറോയിൻ്റെ അടുക്കിലേക്കാണ്. മാക്ക് അവളോട് സാധാരണ രീതിയിൽ പെരുമാറിയെങ്കിലും അമ്മ അവനോട് പറഞ്ഞത് അവൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് പാകിയിരുന്നു. രണ്ടും കൽപ്പിച്ചുകൊണ്ടവൻ തൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. ഹീറോയിൻ കാണാതെ അവൻ പതുക്കെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തതും ക്യാമറയിൽ കുഞ്ഞിൻ്റെ യഥാർത്ഥ രൂപം കണ്ടതും പേടിച്ച് മൊബൈൽ അവൻ താഴെയിട്ടു. താഴെ വീണ ഫോണിൻ്റെ ഡിസ്പ്ലേ അപ്പോൾ തന്നെ പൊട്ടുകയും ചെയ്തു. ശബ്ദം കേട്ട ഹീറോയിൻ എന്തു പറ്റിയെന്ന് മാക്കിനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ നമ്മുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാൻ നോക്കിയതായിരുന്നു. അതിനെന്താ, നമുക്കൊരു ഫാമിലി ഫോട്ടോ തന്നെ എടുക്കാമെന്ന് നാട് പറഞ്ഞു. തുടർന്ന് മാക്കും നാടും കുഞ്ഞും ചേർന്നുള്ള ഫോട്ടോകൾ അവർ എടുത്തു. പിന്നീട് അവർ അപ്പാർട്ട്മെൻറ്റിന് പുറത്തു വരെ പോയി നിരവധി ഫോട്ടോകൾ എടുത്തു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മാക് തൻ്റെ ഫാമിലിയുമായിട്ട് സന്തോഷത്തോടെ അവിടെ കഴിയുന്നതിനിടയിൽ അപ്പാർട്ട്മെൻറ്റിലെ മറ്റ് താമസക്കാർ വീണ്ടും നാടിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ആ മാക് വന്നതോടെ ആ പ്രേതത്തിൻ്റെ ശല്യം ഒട്ടും ഇവിടെ ഇല്ല അല്ലേ? അവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ലെന്ന് കൂട്ടത്തിലുള്ള ആണുങ്ങൾ പറഞ്ഞപ്പോൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും ആ പ്രേതം അവനെ സമ്മതിക്കത്തില്ല എന്ന് ഡബിൾ മീനിങ്ങിലായിരുന്നു അതിലൊരു പെണ്ണ് കൂടെയുള്ളവരോട് പറഞ്ഞത്. അതിനുശേഷം എല്ലാവരും അവരുടെ റൂമിലോട്ട് പോയപ്പോൾ ഹീറോയിനെ കുറിച്ച് ഡബിൾ മീനിങ് പറഞ്ഞവൾ സ്റ്റെപ്പുകൾ കയറി തൻ്റെ റൂമിലോട്ട് പോകുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ മിന്നി മിന്നി കത്താൻ തുടങ്ങി. എന്തോ അബദ്ധം തനിക്ക് സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയവൾ തിരിഞ്ഞു നോക്കാതെ പിന്നിലേക്ക് കണ്ണുകൾ പായിച്ചു. തന്നെ തൊട്ട് പിന്നിലായി എന്തോ ഒന്ന് തന്നെ ലക്ഷ്യമാക്കി പതുക്കെ നടന്നെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഒന്നുമില്ല. ആശ്വാസത്തോടെ മുന്നിലോട്ട് നോക്കിയവൾ കണ്ടത് തൻ്റെ തൊട്ടു മുന്നിൽ അവളെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന നാടിൻ്റെ പ്രേതത്തെയാണ്. നീ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നാ പ്രേതം അവളുടെ മുഖത്തോട് ചേർന്നു എന്ന് ചോദിച്ചു. പേടിച്ച് ചാവുന്ന അവസ്ഥയിലായിരുന്ന അവൾ അവിടെ നിന്ന് ഒരുവിധം ഓടി തൻ്റെ റൂമിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. പക്ഷെ നാടിൻ്റെ പ്രേതം അവളെ പിന്നാലെ ഉണ്ട്. അത് അവളുടെ റൂമിൻ്റെ വാതിൽ വന്ന് തലകൊണ്ട് തുടർച്ചയായി ഇടിച്ചുകൊണ്ടേയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്ന് കേൾക്കാത്തത് കൊണ്ട് അവൾ തൻ്റെ റൂമിൻ്റെ വാതിൽ പേടിയോടെ തുറന്ന് പുറത്തേക്ക് നോക്കി. ഭാഗ്യം, അവിടെ ആരുമില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരെ ചിലർ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ കാണുകയാണ്. ഒരു ബുദ്ധ സന്യാസി ഒരു ബാധയെ ഒഴിപ്പിക്കുന്ന വീഡിയോ ആണത്. എത്ര ശക്തിയുള്ള പ്രയത്നം ഈ സന്യാസി നിഷ്പ്രയാസം തളയ്ക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ വരുത്തണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. ഉടനെ തന്നെ ആ സന്യാസിയുടെ ആശ്രമത്തിലേക്ക് കെയർ ടേക്കറും കഴിഞ്ഞ ദിവസം നാണ്ട പ്രേതത്തെ കണ്ട് പേടിച്ച പെൺകുട്ടിയും കൂടി അയാളെ കാണാനായി പോയി. അവിടെ എത്തിയവർ ആ സന്യാസിയോട് നാണ്ട പ്രേതത്തെക്കുറിച്ച് അവർക്കറിയാവുന്നതെല്ലാം പറയുകയും ചെയ്തു. എല്ലാം കേട്ട ശേഷം സന്യാസി അവരോട് പറഞ്ഞു, അതൊരു സാധാരണ പ്രേതമേ അല്ല. പ്രഗ്നൻ്റ് ആയിരിക്കെ ദുർമരണം സംഭവിച്ച അവൾ ആരോടും ക്ഷമിക്കത്തുമില്ല, ആർക്കും അടങ്ങുകയുമില്ല. ആ ആത്മാവ് ഇപ്പോൾ ഒരു പിശാചായി മാറിയിരിക്കുകയാണ്. അവളുടെ ആഗ്രഹം പൂർത്തിയാകുന്നവരെ അവിടെ വിട്ട് അവൾ എങ്ങോട്ടേക്കും പോകില്ല. അതൊക്കെ ശരിയായിരിക്കാം സ്വാമി, അവൾ ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ എന്തിനാണ് മറ്റുള്ള താമസക്കാരെ ഉപദ്രവിക്കുന്നത്? അത് കാരണം അവിടെ താമസിക്കുന്നവർ വേറെ സ്ഥലം നോക്കി പോവുകയാണ്. ഇതിനൊരു പരിഹാരം സ്വാമി എങ്ങനെയെങ്കിലും ചെയ്തു തരണമെന്ന് കെയർ ടേക്കർ കൈ കൂപ്പിക്കേണ്ട സന്യാസിയോട് കീണപേക്ഷിച്ചു. ഒടുവിൽ ഇവരെ സഹായിക്കാമെന്ന സന്യാസി ഉറപ്പും നൽകി. ഹീറോയിനെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ അന്ന് തന്നെ സന്യാസി തൻ്റെ ആശ്രമത്തിൽ നിന്നും യാത്ര തിരിച്ചു. അക്കാര്യം ഹീറോയിൻ മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് രാത്രി അപ്പാർട്ട്മെൻറ്റിലെത്തിയ സന്യാസി അവിടെയുള്ളവരോട് പറഞ്ഞു, 4ാമത് നിലയിലല്ലേ അവളുടെ ഫ്ലാറ്റ്? ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഒരു കാരണവശാലും ആരും ആ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞ സന്യാസി നാന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. സന്യാസി തന്നെ തേടി വരുന്നെന്ന് മനസ്സിലാക്കിയ നാട്ട് മാക്കിനോട് കുഞ്ഞിനെയും കൊണ്ട് കുറച്ചു നേരം ടെറസിലേക്ക് പോകാൻ പറഞ്ഞു. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അവനെ അവൾ അവിടെ നിന്ന് മാറ്റി. സന്യാസി 4ാമത്തെ നിലയിലെത്തിയതും അവിടെയുള്ള വാതിലുകളെല്ലാം താനെ തുറന്നടയാൻ തുടങ്ങി. അയാൾ തൻ്റെ ജപമാല എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് മന്ത്രം ചൊല്ലിയതും എല്ലാം സാധാരണ രീതിയിലാവുകയും ചെയ്തു. ഒടുവിൽ അയാൾ നാന്റെ റൂമിലും എത്തി. എന്നിട്ട് അയാൾ മന്ത്രം ചൊല്ലിയതും അവളുടെ പ്രേതം പാഞ്ഞ് അവിടെ എത്തി. എന്നിട്ട് അയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു പൂവെടുത്ത് എറിയുന്ന ലാഘവത്തോടെ സന്യാസി അവളെ തൂക്കിയെടുത്തങ്ങ് എറിഞ്ഞു. അവൾ ഏതൊക്കെ രീതിയിൽ അയാളെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും സന്യാസിയുടെ മാന്ത്രിക ശക്തിക്ക് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അവൾ അയാളുടെ ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. സന്യാസി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവളുടെ തലയിൽ മാന്ത്രിക നൂൽ വരിഞ്ഞു കെട്ടി. തനിക്കിനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ കൈ കൂപ്പിക്കൊണ്ട് അയാളോട് അപേക്ഷിച്ചു. എന്നെ വെറുതെ വിടണം സ്വാമി, എനിക്കൊരു കുടുംബമുണ്ട്, ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്, എന്നെ നശിപ്പിക്കരുതെന്ന്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും മനസ്സറിയാത്ത അയാൾ അവളുടെ കഥ കഴിക്കാൻ തന്നെ തീരുമാനിച്ചതും വാതിൽ തുറന്ന് മാക്ക് അവിടെ എത്തി. മാക്കിൻ്റെ കണ്ടിൽ ഇപ്പോഴും ഞാൻ പഴയതുപോലെ തന്നെയാണ്. സന്യാസി കണ്ടതും ഞെട്ടലോടെ അവൻ അയാളോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇവിടെ വന്ന് ഞങ്ങളെ ദ്രോഹിക്കുന്നത്?
അപ്പോൾ നിനക്ക് ഇപ്പോഴും സത്യാവസ്ഥ ഒന്നും അറിയില്ലല്ലേ? നിന്റെ വൈഫ് ഒരു മനുഷ്യ സ്ത്രീയെ അല്ല, സന്യാസി അവനോട് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ആർക്കും ശല്യമാകാതെ ഇവിടെ ജീവിക്കുകയാണ്. അതിനിടയ്ക്ക് വന്ന് ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് മാക് അയാളോട് പറഞ്ഞു. അത് കേട്ടതും സന്യാസി അവനോട് പറഞ്ഞു, നീ പറഞ്ഞതിൽ നീ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ കുഞ്ഞിനെ നോക്കിയിട്ട് നീ അത് വീണ്ടും പറയൂ. മാക് തൻ്റെ കുഞ്ഞിനെ നോക്കിയതും അതിന് യഥാർത്ഥ രൂപം കണ്ടവൻ പേടിച്ചതിന് താഴേക്ക് ഇട്ടുകളഞ്ഞു. നാട്ട് സന്യാസിയുടെ കാൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദയവ് ചെയ്ത് സത്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറയരുത്. സന്യാസി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നതേയില്ല. പക്ഷേ ഇപ്പോഴും മാക്കിൻ്റെ കണ്ണിൽ പഴയ നാട്ട് തന്നെയാണ്. സന്യാസി അവനോട് പറഞ്ഞു, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് നല്ല വണ്ണം അറിയാം. അഥവാ ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. നീ നിന്റെ 2 കണ്ണുകൾ അടയ്ക്കൂ. സന്യാസി പറയുന്ന കേട്ട മാക് തൻ്റെ കണ്ണുകൾ രണ്ടും അടച്ച് കൈ കൂപ്പി നിന്നു. പഴയ ഓർമ്മകൾ അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. മുൻപ് തൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ നേരം അവൻ അതിൻ്റെ യഥാർത്ഥ രൂപം കണ്ട് പേടിച്ച് ഫോൺ താഴെ ഇട്ടിരുന്നല്ലോ. ഫോൺ താഴെ വീണതും അവൻ്റെ കണ്ണിൽ അവിടെയുള്ള യഥാർത്ഥ രൂപങ്ങളൊക്കെ തെളിഞ്ഞു വന്നു. ഇരുട്ടുമൂടിയ റൂമിനുള്ളിൽ പ്രേതരൂപത്തിൽ നിൽക്കുന്ന നാടിനെക്കൂടി കണ്ടതോടെ പേടിച്ചവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. കുറേ ദൂരം ഓടി അവൻ്റെ മനസ്സിൽ നാടിൻ്റെ പഴയ ഓർമ്മകൾ വന്നു നിറഞ്ഞു. അവരുടെ പ്രണയകാലം അവൻ്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ നൽകി. എന്തൊക്കെയായാലും അവൾ എൻ്റെ പ്രിയതമയാണ്. അവൾ മരിച്ചാൽ പോലും എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവളെ ഞാൻ ഒരിക്കലും ഇനി തനിച്ചാക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി അവളോടൊപ്പം ജീവിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ തിരികെ അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ ലക്ഷ്യമാക്കി ഓടി. മാക് ഹീറോയിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന വഴിയിൽ ഏതൊരു കാർ അവനെ ഇടിച്ചു തെറിപ്പിച്ചു. സ്പോട്ടിൽ തന്നെ അവൻ കൊല്ലപ്പെടുകയും ചെയ്തു. താൻ മരിച്ചുപോയത് അറിയാതെ അവൻ നേരെ ഹീറോയിൻ്റെ റൂമിലെത്തി. അതിനുശേഷം അവർ അവൻ്റെ ഫോൺ ഉപയോഗിച്ചെടുത്ത ഫോട്ടോകളിലെല്ലാം ഹീറോയിനും മകനും നോർമലായിട്ടാണ് കണ്ടത്. അതിന് കാരണം അപ്പോൾ മുതൽ മാക്കം പ്രേതമായി മാറിയതെന്നതാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരോട് സന്യാസി പറഞ്ഞു, നിങ്ങൾ 2 പേരും മരണപ്പെട്ടു പോയി. ഇവിടെ നിങ്ങൾക്കിനി സ്ഥാനമില്ല. പോകേണ്ടടുത്ത് നിങ്ങൾ പോവുക തന്നെ വേണം. എനിക്കിത് ചെയ്തേ പറ്റൂ. ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഇത് കേട്ടത് മാക് സന്യാസിയോട് പറയുകയാണ്, ഞങ്ങൾ മരിച്ചു പോയാൽ എന്താ? ഇപ്പോഴും സന്തോഷത്തോടെ പ്രണയിക്കുകയാണ്. ആർക്കും ഒരു ശല്യം ഉണ്ടാകാതെ ഞങ്ങളിവിടെ കഴിഞ്ഞുകൊള്ളാം. 2 പേരും സന്യാസിയുടെ കാൽ വീണ് യാചിച്ചു. ഒടുവിൽ മനസ്സലിഞ്ഞ സന്യാസി അവരോട് പറഞ്ഞു, ഇതിനകത്ത് തന്നെ നിങ്ങൾ കഴിഞ്ഞുകൊള്ളൂ. പക്ഷേ ഈ റൂം വിട്ട് നിങ്ങൾക്കൊരിക്കലും പുറത്തു കിടക്കാൻ സാധിക്കത്തില്ല. ഈ വാതിലുകൾ ഞാൻ മാന്ത്രിക ചടുകൾ കൊണ്ട് ബന്ധിക്കുകയാണ്. അതിനുശേഷം സന്യാസി ആ ഫ്ലാറ്റിൻ്റെ വാതിൽ മാന്ത്രിക ചടുകൾ കൊണ്ട് ബന്ധിച്ചിട്ട് അവിടെ നിന്ന് യാത്രയായി. മാക്കും നാടും ആർക്കും ശല്യമാകാതെ അവിടെ സന്തോഷം നിറഞ്ഞ മരണാന്ത ജീവിതം ആ ഫ്ലാറ്റിനുള്ളിൽ കഴിച്ചുകൂട്ടി. യഥാർത്ഥ പ്രണയം മരിച്ചാൽ പോലും നശിക്കത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്.